പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നൊരു വീഡിയോ കാണുകയുണ്ടായി. അത് ഒരു അമ്മക്കിളി തൻ്റെ കുഞ്ഞിനെ പറക്ക പഠിപ്പിക്കുന്നതാണ്. ആ കുഞ്ഞിരുന്ന സുരക്ഷിതമായ കൂട് ഇളക്കി അതിൽ നിന്ന് കുഞ്ഞു താഴേക്ക് വീഴുവാൻ തുടങ്ങുമ്പോൾ പറക്കുവാൻ ശ്രമിക്കുന്നു. താഴെ വീഴും എന്ന് ഉറപ്പാകുമ്പോൾ അമ്മക്കിളി പറന്ന് ചെന്ന് ചിറക് വിരിച്ച് ആ കുഞ്ഞിനെ തൻ്റെ ചിറകിൻ്റെ മേൽ വഹിക്കുന്നു. വീണ്ടും കുഞ്ഞിനെ മുകളിലേക്ക് കൊണ്ടുവരുന്നു, താഴേക്കിടുന്നു. കുഞ്ഞു പറക്കുവാൻ ശ്രമിക്കുന്നു. വീഴുമെന്ന് തോന്നുമ്പോൾ അമ്മക്കിളി ചിറകിൻ്റെ മീതെ കുഞ്ഞിനെ വഹിക്കുന്നു. പലവട്ടം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു കിളി സുന്ദരമായി പറക്ക പഠിക്കുന്നു. നോക്കിക്കേ, അമ്മക്കിളിയിൽ ആ കുഞ്ഞു കിളിക്കുള്ള ഉറപ്പ്, വിശ്വാസം, എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാവാം ദൈവം നമ്മുടെ ജീവിതത്തിലെ ചില കംഫർട്ട് സോണുകൾ ഇളക്കും. നാം സുരക്ഷിതമായിട്ടിരിക്കുന്ന ചില മേഖലകളില്ലേ, അതൊക്കെ ഒന്ന് ഇളക്കി നമ്മളെ ചിലത് പുതിയ കാര്യങ്ങൾ ചെയ്യുവാനായി ശീലിപ്പിക്കും. ചില പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനായി നിർബന്ധിക്കും. ആ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് അതിനൊന്നും സാധിക്കത്തില്ല. അതിനാ ആദ്യം തന്നെ പിതാവാം ദൈവം നാം ഇരിക്കുന്ന അസുരക്ഷിത മേഖല, ആ കംഫർട്ട് സോൺ പതുക്കെ ഇളക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അനവധി കംഫർട്ട് സോണുകൾ പൊളിഞ്ഞിട്ടുണ്ട്. വളരെ സുരക്ഷിതമായി മാതാപിതാക്കളുടെ ലാളനയൊക്കെ ഏറ്റിരുന്ന കാലത്താണ് എന്നെ കർത്താവ് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തെടുത്തത്. അത് കഴിഞ്ഞ് അനവധി പ്രതികൂലങ്ങളിലൂടെ എന്നെ കടത്തിവിട്ട് എൻ്റെ കംഫർട്ട് സോണുകളെ പൊളിച്ചു. ആ സമയങ്ങളിൽ എനിക്കത് താങ്ങുവാൻ കഴിയാത്ത വേദനയായി തോന്നി. പക്ഷേ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി, ചില വൻ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ എൻ്റെ സുരക്ഷിത സ്ഥാനത്ത് നിന്ന് അപ്പ എന്നെ പുറത്തെടുക്കുകയായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ സുരക്ഷിത സ്ഥാനങ്ങൾ പൊളിയുന്നു, തകരുന്നു എന്നൊക്കെ ചിന്തിച്ച് ഭാരപ്പെടേണ്ട കേട്ടോ. നമ്മളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് നമ്മളുടെ പിതാവാണ്. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഞാൻ ഇന്ന് വായിച്ചു, നമ്മളുടെ അപ്പ എണ്ണിക്കൂടാത്ത അസംഖ്യമായ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ. ഒരു കംഫർട്ട് സോൺ പൊളിഞ്ഞു എന്ന് കരുതി നാം വഴിയിലൊന്നും ആയി പോകത്തില്ല. ചില വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗം നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ധൈര്യപ്പെട്ടേ. ഇന്ന് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പയുടെ കരത്തിൽ നിങ്ങൾ സുരക്ഷിതമാണ്. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എന്നാൽ എന്നും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ ഇരിക്കണമെന്നല്ല സ്വർഗീയ പിതാവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളെക്കൊണ്ട് ചില വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. ദീർഘദൂരങ്ങൾ നിങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത, ആരും ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗം നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ സുഖമായി, ആശ്വാസമായി ഇരുന്ന ചില മേഖലകളെ ദൈവം പൊളിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഭാരപ്പെടണ്ട. ഇപ്പോൾ ഒരു ഉറപ്പുണ്ടായില്ലേ? സ്വർഗം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. കംഫർട്ട് സോണിലിരുന്നാൽ സാധ്യമല്ല. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്ന, വിശ്വസിക്കുവാൻ കഴിയാത്ത പ്രവൃത്തികൾ നമുക്കായി ചെയ്യുന്ന, ചില പുതിയ വാതിലുകൾ തുറക്കുന്ന, ചില രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നിർത്തോട് കണക്കെ തിരിക്കുന്ന അപ്പയുടെ കരത്തിലേക്ക് വിധേയപ്പെടുത്തി കൊടുക്കുക. തകർന്ന കംഫർട്ട് സോണുകളെ ഓർത്ത് ഇനിയും ഭാരപ്പെടണ്ട. അപ്പ അങ്ങയുടെ ഹിതം എന്താ, അങ്ങയുടെ ഇഷ്ടം എന്താ എന്ന് ചോദിച്ച് അപ്പയുടെ കരത്തിലേക്കൊന്ന് വിധേയപ്പെടുത്തിക്കേ. അവിടുത്തെ പൂർണ്ണഹിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളെ ഈ ദിവസങ്ങളിൽ
ചില പുതിയ പരിശീലനങ്ങളിലൂടെ കടത്തിവിട്ടതിന് നന്ദി. സുരക്ഷിതമെന്ന് കരുതിയ ചില മേഖലകളെ സ്വർഗം തകർത്ത് അതിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുത്തതിന് നന്ദി. മാനുഷിക കണ്ണുകൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത ചില അത്യത്ഭുതമായ കാര്യങ്ങൾ ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നതിന് നന്ദി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഇപ്പോൾ ആശ്വസിപ്പിക്കുന്ന കരം അവിടെ നിന്ന് നീട്ടണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, കംഫർട്ട് സോണുകളെ ഇളക്കി പുറത്തു കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുന്ന പിതാവിൽ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? കണ്ണുമടച്ച് ഒന്ന് ട്രസ്റ്റ് ചെയ്യാമോ? ഹി വിൽ നെവർ ഫെയിൽ. ബ്ലെസ് യു.